ചാച്ചന്റെ കത്ത്. എത്രയും പ്രിയപ്പെട്ട എന്റെ മെറീനക്കുട്ടി, കത്ത് കിട്ടി. ഒപ്പം എന്തായി ഇത് കുട്ടി? ഞാൻ പറഞ്ഞിട്ടില്ലേ പണം അയക്കരുതെന്ന്? എനിക്ക് എന്റെ മോളുടെ വിശേഷം മാത്രം അറിഞ്ഞാൽ മതി. ഈ ചാച്ചൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളാം. വെള്ളം. അല്ല, മെറീന കുട്ടി പത്രാസിലാണല്ലോ. മെറീന കുട്ടിയല്ല, മെറീന. മനസ്സിലായോ പൈലിച്ചേട്ടന്? ഓ, എന്താ ഒരു അറിയിപ്പുമില്ലാതെ മെറീന ടീച്ചർ അവധിയാണോ? ആദ്യം ചാച്ചനൊന്ന് കണ്ണടച്ചേ. ശരി, കണ്ണടച്ചോളാമേ. ഇനി ചാച്ചൻ കണ്ണു തുറന്നോ. എന്താ എന്താ കുട്ടി ഇത്? എന്റെ ആദ്യ ശമ്പളം അതിവിടെ സമർപ്പിക്കാനാ വന്നത്. Everything is possible for him who believes. വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാകും എന്ന വാക്യം നിനക്ക് ഓർമ്മയില്ലേ? നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ആ മലയോട് അങ്ങോട്ട് നീങ്ങാൻ പറഞ്ഞാൽ അത് നീങ്ങിയിരിക്കും. അസാധ്യമായത് ഒന്നുമില്ല. ദൈവം എന്നും നിന്നോടൊപ്പമുണ്ട്. ആ കാരുണ്യവാന് സമർപ്പിക്കുക എല്ലാം. ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ മോനെ. ആ പൈലിച്ചേട്ടാ, ഇത് പൈലിച്ചേട്ടന്. എന്താ ഇഷ്ടായോ? ഇഷ്ടായി. മെറീന കുട്ടിക്ക് നല്ലതേ വരും. ദൈവം രക്ഷിക്കട്ടെ. മെറീന കുട്ടിയല്ല, മെറീന. മനസ്സിലായോ പൈലിക്കുട്ട? മനസ്സിലായേ. എന്നാ വാ, അകത്തേക്ക് വാ. നാളെ മെറീന മോള് പോവാ? ലീവില്ല. ഇന്നത്തെ ലീവ് പ്രത്യേകം പറഞ്ഞു വാങ്ങിയതാ. ആദ്യ ശമ്പളം കിട്ടിയപ്പോ ചാച്ചനെ കാണണമെന്ന് തോന്നി. എന്നാ ആദ്യം രാവിലെ തന്നെ പുറപ്പെട്ടോളൂ. ഞാനും വരാം ബസ് സ്റ്റോപ്പ് വരെ. പോകുന്നതിന് മുമ്പ് കുരിശടിയിലൊന്ന് പ്രാർത്ഥിക്കണം. രാവിലെ മഞ്ഞത്ത് ചാച്ചൻ വരണ്ട, ഞാൻ പൈലിച്ചേട്ടനുമായി പൊക്കോളാം. അതൊന്നും സാരമില്ല മോളെ, ഞാനും വരാം. പണ്ട് മോള് പേടിച്ചിട്ട് ഉറങ്ങാറില്ലായിരുന്നു. അതിന് കൂട്ടായിട്ട് ചാച്ചൻ വാങ്ങിച്ചതാ. ഇപ്പോ നിന്നെ ഓർക്കുമ്പോഴൊക്കെ ഇതാ ഞാൻ എടുക്കുന്നത്. മോള് ചാച്ചനൊരു സമ്മാനം തന്നില്ലേ? മോള് ചാച്ചനെ ഓർക്കുമ്പോഴൊക്കെ ഇനി ഇതെടുത്താ മതി. ഇന്ന അധികം വൈകിക്കണ്ട, മോള് കിടന്നുറങ്ങിക്കോളൂ. അത് രാവിലെ പോകാനുള്ളതാ. ഞാൻ പോട്ടെ. ആഹാ, പൈലിച്ചേട്ടൻ വരെ ഒരുക്കത്തിലാണെന്ന് തോന്നുന്നല്ലോ. അല്ല, ഇതാര്? ലിസി കുഞ്ഞോ? എന്റെ കർത്താവേ.
എന്താ വന്നത് പിടിച്ചില്ലേ? പീറ്റർ അങ്ങ് വളർന്നു പോയല്ലോടി ലിസി. അതെങ്ങനെയാ? പലപ്പോഴെങ്കിലും അച്ചായൻ ഞങ്ങളെ ഇന്ന് കാണാൻ വരണ്ടേ? പള്ളിയിലെ പ്രത്യേക കുർബാന കൂടാൻ വന്നതാ. അമ്മച്ചിക്ക് ഒറ്റ നിർബന്ധം, ജോണപ്പായ കാണണമെന്ന്. അച്ചായൻ നന്നായി ക്ഷീണിച്ചല്ലോ. അതെന്നാ പറയാനാ, ഇവളല്ലേ കൂട്ട്. ഇവള് വന്നേ പിന്നെ അച്ചായന് ബന്ധക്കാരും സ്വന്തക്കാരും ഒന്നും വേണല്ലോ. നിനക്ക് എന്തിന്റെ കേടാ? എപ്പോ നോക്കിയാലും ആ കുട്ടി എന്തെങ്കിലും പറയണം. ജോണപ്പ എന്തിനാ ചൂടാകുന്നെ? അമ്മച്ചി പറഞ്ഞ ശരിയല്ലേ? പീറ്റർ ഇപ്പൊ എന്തെടുക്കുക? ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ടോ? ഒന്നും ശരിയായിട്ടില്ല. അല്ല, വിരുന്നുകാര് വന്ന കാലേ നിൽക്കാതെ അകത്തേക്ക് വാ. ഞങ്ങള് വിരുന്നുകാരല്ലല്ലോ പൈലിച്ചേട്ടാ. ഒന്ന് നിന്നെ. ഇന്ന് അച്ചായന് രുചിയോടെ ഞാൻ പാചകം ചെയ്തു കൊടുത്തോളാം. ഓ, പൈലിച്ചേട്ടാ, ഇതൊക്കെ എവിടെയാ വെച്ചിരിക്കുന്നത്? സഹായിച്ചതാ. ലിസി കുഞ്ഞിന് അച്ഛനോടുള്ള സ്നേഹം കുറെ കൂടുതലാ. അത് കൊള്ളി വെച്ചാണല്ലോ പൈലിച്ചേട്ടൻ പറഞ്ഞത്. അയ്യോ, ഞാൻ നേരായിട്ട് ചോദിച്ചാ കുഞ്ഞേ. അല്ല, മെറീനെ കുട്ടി ഇവിടെ ഇരിക്കുക. ഒന്ന് വേഗം. ഇതെന്താ ടീച്ചർ താവും? ആ കുട്ടി ഒരു പാവാ. ലിസി കുഞ്ഞ് വെറുതെ. പൈലിച്ചേട്ടനൊന്നും വിട്ടാതെ പോയേ. മെറീന ടീച്ചർക്ക് എന്താ ഒരു അനിഷ്ടം? എന്താ ഞങ്ങൾ വന്ന് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? നിങ്ങൾ വരുന്നതിനേക്കാൾ ഞാനിവിടെ ഉള്ളതല്ലേ ഇഷ്ടക്കേട്. അത് ശരി. മെറീന, തനിക്ക് അമ്മച്ചി അറിയില്ലേ? ഷീസ് ആൻ അരിസ്റ്റോക്രാറ്റ്. സോ അമ്മച്ചി പറയാൻ ഞങ്ങൾ വെറുതെ തലയാട്ടുന്നേ ഉള്ളൂ. എനിക്ക് എന്റെ ചാച്ചൻ മാത്രമേ ഉള്ളൂ. ടീച്ചർ ഇങ്ങനെ ആയാലും എങ്ങനെ? കേൾക്കുന്ന ഒരു ചെവി കൂടെ കേട്ട് മറ്റിലൂടെ കളയണം. സിമ്പിൾ. അതാ ഞങ്ങൾ ചെയ്യുന്നത്. എന്താടാ നിനക്ക് ഇവിടെ കാര്യം? അമ്മച്ചി, എന്താടാ ഞാൻ കണ്ടത് തെറ്റായി പോയോ? എന്തിനാ പറയുന്നേ? ഇവിടെ ഇങ്ങനെ ഒരു സാധനം കെട്ടിയൊരുങ്ങി ഇരിക്കുകയല്ലയോ? അമ്മച്ചി നിർത്തുന്നുണ്ടോ? അപ്പുറത്ത് ജോണപ്പുണ്ട്. അതാ ഇപ്പൊ കൂത്തായേ. അല്ലേ, ഇവള് ആദ്യം മയക്കിയതാ ജോണച്ചായനെ തന്നെയാ. അതുകൊണ്ടല്ലേ കല്യാണം പോലും കഴിക്കാതെ ആ കോലായി തന്നെ മലന്ന് കിടക്കുന്നത്. നോക്കുന്നുണ്ടില്ലേ? അമ്മജി, ഞാൻ എന്ത് തെറ്റിയതിട്ടാ ഇങ്ങനെ? അയ്യേരി ഒരമ്മച്ചി. ഞാൻ നിന്റെ അമ്മച്ചി ഒന്നുമല്ല, പറഞ്ഞേക്കാം. പദം പറഞ്ഞ് എന്റെ ഇച്ചായനെ മയക്കിയത് പോലെ അവനെ നോക്കണ്ട. ജോൺ സാറ് വെളിയിലോട്ട് ഇറങ്ങിപ്പോയി. സാറിന് ഈ പറയുന്നതൊക്കെ കേൾക്കാൻ കഴിയാഞ്ഞിട്ടാ. എടാ പീറ്ററെ ബാ ഒറ്റ. ബൈബിളിൽ പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന്. മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കൂ. അവിടെ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. ഇത് തന്നെയാണ് എല്ലാ മതങ്ങളും പറയുന്നത്. ലിസിയെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവൾ അങ്ങനെയാണ്. അല്ല ഫാദർ, അവരത്രയൊക്കെ പറഞ്ഞിട്ടും ചാച്ചനൊരു അക്ഷരം മിണ്ടിയില്ല. അതോർക്കുമ്പോ. മെറീന, നീ ജോണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനുമായി ഒത്തിരി സംസാരിച്ചു. എല്ലാം നിന്നെപ്പറ്റി തന്നെയായിരുന്നു. നിന്റെ ജീവിതം, നിന്റെ വിവാഹം, ഇതൊക്കെയാണ് അയാളെ ഇപ്പൊ അലട്ടുന്നത്. ദേ അവിടെ ഇരിപ്പുണ്ട്. നീ അങ്ങോട്ട് ചെല്ല്. ശരി ഫാദർ, ഞാൻ അങ്ങോട്ട് പോവാം. ചെല്ല്. ലിസി മോളെ വല്ലാതെ വേദനിപ്പിച്ചു അല്ലേ? ചാച്ച, ചാച്ചനാണ് എന്റെ എല്ലാം. അച്ഛനും അമ്മയും എല്ലാം. പിന്നെ വേദന, അതെനിക്ക് ആവോളം ഉണ്ടല്ലോ. അത്രയും വരില്ലല്ലോ. കുഞ്ഞെ, ഈ ജീവിതം ദുഃഖിക്കാനുള്ളതല്ല. മനുഷ്യനായ ഞാനോ നീയോ എന്നും ഉണ്ടാവില്ല. അതൊക്കെ ഇന്നത്തേക്ക് മാത്രം. യേശയ്യ പ്രവാചകന്റെ വാക്യം നിനക്ക് ഓർമ്മയില്ലേ? പെറ്റമ്മ മറന്നാലും കർത്താവായ ദൈവം നിന്നെ കൈവടിയില്ല. വരൂ, നമുക്ക് പോകാം. കർത്താവായ ദൈവം അരുളിച്ചെയ്തു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുന്നിലുണ്ട്. നിന്റെ നിർമ്മാതാക്കൾ നിന്നെ നശിപ്പിച്ചവരെക്കാൾ വേഗമുള്ളവരാണ്. നിന്നെ വിജനമാക്കിയവർ നിന്നിൽ നിന്നും അകന്നകന്നു പോയിരിക്കുന്നു. ചുറ്റും നോക്കുക, അവർ ഒന്നു ചേർന്ന് നിന്റെ അടുക്കൽ വരുന്നു.
കർത്താവായ ഞാൻ ശപഥം ചെയ്യുന്നു, നീ അവരെ ആഭരണമായി അണിയും. ഈ സ്ഥലം എനിക്ക് പോരാ, എനിക്ക് വസിക്കാൻ ഇടം തരിക. അപ്പോൾ നീ ഹൃദയത്തിൽ പറയും, വന്ധിയും പുത്രഹീനയും പ്രവാസിയും പരിത്യക്തിയുമായിരുന്നു. എനിക്ക് ഇവർ എങ്ങനെ ജനിച്ചു? ആരിവരെ വളർത്തി? ഞാൻ ഏകാകിനിയായിരുന്നിട്ടും അവർ എവിടെ നിന്ന് വന്നു? നിൽക്കാനാ ഞാൻ പറഞ്ഞത്. നിൽക്കാൻ പറഞ്ഞാൽ കേട്ടോണം. നീ നിക്കടി അവിടെ. എന്താ കൊച്ചു കുഞ്ഞിനാണ് ഉപദ്രവിക്കുന്നത്? സാരമില്ല. എന്താ ഇത്? എന്താ നിനക്ക് പറ്റിയത്? വരൂ. സാരമില്ല, മോള് കരയണം. ഇരിക്കൂ. എന്താ നിന്റെ പേര്? പേര് പറയൂ. എനിക്കറിയില്ല. ഏ? ആരാ നിന്റെ അച്ഛനും അമ്മയും? അതും എനിക്കറിയില്ല. ഒന്നും അറിയില്ലേ? സാരമില്ല, മോൾ കരയണ്ട. മോളെ എന്തിനാ അയാൾ ഓടിച്ചത്? എനിക്കറിയില്ല. എന്നെ പിടിച്ചോണ്ട് പോയി ജോലി ചെയ്യാനാ. സാരമില്ല, മോളെ ആരും പിടിച്ചോണ്ട് പോവില്ല. എനിക്കിവിടെ പേടിയാ. അവരെന്നെ കൊല്ലും. നിന്നെ ആരും കൊല്ലില്ല. മോള് പേടിക്കണ്ട, ഞാനില്ലേ നിന്റെ കൂടെ. വരൂ. ആ. നിന്റെ പാഴ്നിലങ്ങളും വിജനദേശങ്ങളും കൊള്ളയടിക്കപ്പെട്ട സ്ഥലങ്ങളും വിശ്വാസത്തിന് തികയില്ല. നിന്നെ വിഴുങ്ങിയവർ അകന്നു പോകും. സന്താനങ്ങൾ നഷ്ടപ്പെട്ടെന്നോർത്ത് ദുഃഖിക്കുന്ന നിന്നോട് അവർ തിരിച്ചു വന്ന് പറയും, ഈ സ്ഥലം എനിക്ക് പോരാ, എനിക്ക് വസിക്കാൻ ഇടം തരിക. നീ ഇവിടെ കിടന്നുറങ്ങല്ലേ? നിന്നെ ഞാൻ നോക്കി നടക്കുക. നിന്നെ ഞാൻ കാണിച്ച് എണീക്കടി, എണീക്ക. അയ്യോ, അയ്യോ, എന്നെയൊന്നും ചെയ്യല്ലേ. അയ്യോ, പാവാണ്. എന്നെയൊന്നും ചെയ്യല്ലേ. അയ്യോ, എന്നെയൊന്നും ചെയ്യല്ലേ. നിന്നെ കൊണ്ടുപോകാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഇന്ന് നീ രക്ഷപ്പെടില്ല. എന്നെയൊന്നല്ലേ. മെറീന, ഞാൻ പാവാണ്. എന്താ മോളെ? മോളെ, എന്ത് പറ്റി മോളെ? മോള് പേടിക്കണ്ട. ഈശോയെ മനസ്സിൽ വിചാരിച്ച് കിടന്നാൽ പേടി ഉണ്ടാവില്ല. നല്ലതുപോലെ പ്രാർത്ഥിക്കണം. ഇതാ, ഇത് കെട്ടിപ്പിടിച്ച് കിടന്നോളൂ. പാവം കുട്ടി, ഉറങ്ങിക്കോളൂ. ഇപ്പോ മെറീന കുട്ടിയുടെ പേടിയൊക്കെ മാറിയോ? ദേ അവിടെ പോയി കളിച്ചോളൂ. കർത്താവിന്റെ കൃപ കൊണ്ട് ഇത്രയും പിള്ളേരെ പോറ്റാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ജോൺ തരകന് മെറീനയെ ഇവിടെ നിർത്തിക്കൂടെ? അച്ചോ, ജീവിതം ഏകാന്തതയാണ് എനിക്ക് സമ്മാനിച്ചത്. ഇപ്പോ എന്റെ കൂട്ടി വിള. മെറീന വന്നേ പിന്നെ ജീവിതം ഞാൻ വീണ്ടും തുടങ്ങിയത്. എന്റെ ജീവിതകാലത്തോളം അവൾ എന്റെ കൂടെ ഇരിക്കട്ടെ അച്ചോ. അതിനുശേഷം അച്ഛൻ നോക്കിക്കും. ജോൺ തരകനോട് സംസാരിച്ച് ജയിക്കാൻ ഞാൻ ആൾ. കർത്താവിന്റെ കൃപ എപ്പോഴും നിങ്ങൾക്കുണ്ടാവും. കർത്താവിന് സ്തുതിയായിരിക്കട്ടെ. ആ മോളെ മറീന, എന്തോ? നമുക്ക് പോകാം. അച്ഛനോട് സ്തുതി പറയൂ. May God bless you. വരട്ടെ അച്ഛോ. ചാച്ചന്റെ കത്ത് കിട്ടി. ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇന്ന് പെസഹ വ്യാഴാഴ്ച, നാളെ ദുഃഖവെള്ളിയാഴ്ച ആയതുകൊണ്ട് യാത്ര വേണ്ട. ശനിയാഴ്ച ചാച്ചനെ കാണാൻ പോണം.
മെറീനെ കുട്ടി ഇപ്പോഴാ അവരുടെ 2 ദിവസം മുമ്പായിരുന്നു. കുഞ്ഞിനെ ഒത്തിരി ചോദിച്ചു, കത്തിട്ടിട്ടുണ്ട്, ഈസ്റ്ററിന് വരുമെന്ന് പറഞ്ഞു. കഷ്ടം, കുട്ടിയെ അറിയിക്കാൻ ആരും മെനക്കിട്ടില്ല. എല്ലാവർക്കും സമ്പത്തിലായിരുന്നു മൊത്തം. ചാച്ചാ ഞാൻ പറഞ്ഞതാ മെറീന വന്നിട്ട് മതിയെന്ന്. അവര് കേട്ടില്ല. ടെലഗ്രാം ചെയ്തു പറഞ്ഞത്. കിട്ടിയോ? എങ്ങനെ ജീവിച്ച മനുഷ്യനാ. മോളെ, നീ ഇനി നിനക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്. ഈശോയെ പോലെ പ്രകാശം പരത്തി മറ്റുള്ളവർക്കായി ജീവിക്കുക. ഈ ചാച്ചന് വേണ്ടി അതാണ് ചെയ്യേണ്ടത്. May God bless you. മോൻ എന്തിനാ കരയണേ? മോൻ എന്റെ കൂടെ വരുന്നോ?